Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ 3 കേസുകളുടെ അൺബോക്സിംഗ് ആണ്. ഈ കേസുകൾ എന്ന് പറയുന്നത് മൂജോ എന്ന് പറയുന്ന നെതർലാൻഡ് ബേസ്ഡ് കമ്പനിയാണ്. അവർ നമുക്ക് റിവ്യൂവിന് വേണ്ടി അയച്ചിരുന്ന കേസുകളാണ് 3 അപ്പം ഇത് 3 ലെതർ കേസാണ്. അവർക്ക് ലെതർ കേസ് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി കേസാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ അൺബോക്സിംഗ് മാത്രമല്ല ഇതിൻ്റെ റിവ്യൂവും കൂടെയാണ് പറയുന്നത്. ചെറിയൊരു റിവ്യൂ, കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു കേസുകൾ രണ്ടും യൂസ് ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുകളെ പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ വീഡിയോ ലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും നിങ്ങൾ മറക്കാൻ വിളിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ ആണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്യില്ലെങ്കിൽ ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ലിങ്ക് ഇസ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് അല്ലെങ്കിൽ കവറിങ് റിമൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബ്ലൂ കേസിൽ നിന്ന് തുടങ്ങാം. അപ്പം ഇതാണ് നമ്മളുടെ സംഭവം. ആദ്യം തന്നെ നമുക്ക് ബ്ലൂ കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലൂ ആണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഈ ഒരു 2 കേസുകളും 2 ഡിഫറെൻറ്റ് ടൈപ്പുകളാണ്. നിങ്ങൾക്ക് നോക്കിയറിയാം, ഒന്ന് ഫുൾ ലെതർ കേസ്, ഒന്ന് ഫുൾ ലെതർ വാലറ്റ് കേസാണ്. അപ്പോൾ നമുക്ക് ലെതർ കേസിൽ നിന്ന് തുടങ്ങാം. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ടെന്നസിൻ്റെ ബ്ലൂ ലെതർ കേസ്. 37 യൂറോ ആണ്. 37.11 ഇവിടുത്തെ 37 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം 3250 രൂപ വരും. നിങ്ങൾക്കറിയാം ആപ്പിളിൻ്റെ ലെതർ കേസ് ഇതിനേക്കാളും പ്രൈസാണ്. അപ്പം നിങ്ങളുടെ ഐഫോണിന് ലെതർ കേസ് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് പറ്റിയ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ആപ്പിളിൻ്റെ അത്രയും പ്രൈസ് ഇല്ല, പക്ഷേ ആപ്പിളിൻ്റെ ആ സിമിലർ ക്വാളിറ്റി തന്നെയാണ്. നല്ല ക്വാളിറ്റി തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, സൂപ്പർ ക്വാളിറ്റി. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പം ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും. അതിൽ ഈ സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തേക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നടുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ്, പിന്നെ ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് പോലെ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേസ്. ഈ ഒരു ബ്ലൂ കളർ എക്സാക്ട്ലി നമ്മുടെ iPhone 12ൻ്റെ ആ ഒരു സിമിലർ കളറാണ്. ആ 12ൻ്റെ സിൽക്കൺ കേസും ലെതർ കേസും കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ബ്ലൂ വേരിയൻ്റ് ഉണ്ട്. ആ സെയിം കളർ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫിനിഷ് സൂപ്പർ ഫിനിഷാണ്. ഫുള്ളി ലെതറാണ്. അതിൻ്റെ ബട്ടൺസ് ആണെങ്കിൽ പോലും എല്ലാം ലെതർ ഫിനിഷാണ്. അതേപോലെ തന്നെ ഏറ്റവും താഴെ ബോട്ടത്തിൽ അവരുടെ കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻറ്റീരിയർ നമുക്ക് ഫോൺ പ്ലേസ് ചെയ്യുമ്പം നമ്മുടെ ഫോണിന് സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഇതുപോലത്തെ ക്ലോത്താണ് മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇതിൻ്റെ അകത്തൊക്കെ കാണുന്ന പോലത്തെ ഈ ഒരു സെയിം സിമിലർ ടൈപ്പാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈസ് സ്ക്രാച്ച് ആകത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതേപോലെ ഇതിനകത്ത് അവരുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ കേസിനെ പറ്റി പറയാനുള്ളൂ. ഈ ഒരു കേസിന് ലെതർ കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന് മൾട്ടി പർപ്പസ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് സൂപ്പർ സ്ലീക്കാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം രക്ഷപ്പെടാം. നമ്മുടെ ഫോൺ വലിയ പൊട്ടലോ പരിക്കളോ ഒന്നും ഇല്ലാതെ രക്ഷപ്പെടും. അത്യാവശ്യം ഹൈറ്റിൽ നിന്നൊക്കെ പോയാൽ, വലിയ ഹൈറ്റിൽ നിന്നൊക്കെ പോയാൽ ഗ്ലാസ് ബ്രേക്ക് ആവുമോ എന്നുള്ള കാര്യത്തിൽ അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഫോൺ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷറി ലുക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു സൂപ്പർ ഫിനിഷ് ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഇത് ഒതുങ്ങുന്ന രീതിയിലാണ് ഈ ഒരു കേസും അതേപോലെ തന്നെ ഈ ഫോൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒതുങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എത്ര സ്ലീക്കാണ് ഈ ഒരു ഡിസൈൻ. വളരെ സ്ലീക്ക് ഡിസൈനാണ്. അതേപോലെ തന്നെ ആ ഒരു ബ്ലാക്കും ബ്ലൂവും തമ്മിലുള്ള കോംബോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോംബോ. നല്ലൊരു രസമാണ്. എസ്പെഷ്യലി ആ ഒരു iPhone 12ൻ്റെ ആ ബ്ലൂ കളറിനോട് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ബ്ലൂ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ഒരു പാക്കേജിങ്, ഈ ഒരു പാക്കേജ് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ഈ കമ്പനി എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടോ, എത്രത്തോളം ക്വാളിറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് തന്നെയാണ് ഈ ഒരു പാക്കേജിങ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇവിടെ നോക്കിയറിയാം ഇത് മാഗ്നറ്റിക് സ്ട്രിപ്പുകൾ ലാച്ചാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ബാക്കിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, 2 കമ്പനികളുടെ കമൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫോബ്സ്, ഒന്ന് കൾട്ട് ഓഫ് മാഗസിൻ. നിങ്ങൾക്കറിയാം ഫോബ്സ് മാഗസിൻ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പബ്ലിഷേഴ്സ് ആണ് ഫോബ്സ് മാഗസിൻ. അതുപോലെ തന്നെ കൾട്ട് ഓഫ് മാഗ് ആപ്പിളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ജേർണൽസും ബ്ലോഗ്സും കാര്യങ്ങളെല്ലാം വരുന്നത് കൾട്ട് ഓഫ് മാഗിലുണ്ട്. അപ്പോൾ അത്ര നല്ല 2 റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെ കമൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 41 യൂറോസാണ്. അപ്പോൾ 41 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 42 യൂറോ ഞാൻ കൂടി നമ്മുടെ ഇവിടുത്തെ 3684 രൂപയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലെതർ കേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആപ്പിളിന് പറ്റിയ ഓൾട്ടർനേറ്റീവ്, ആപ്പിളിൻ്റെ സ്വന്തം കേസിന് പറ്റിയ ഓൾട്ടർനേറ്റീവാണ് ഈ ഒരു കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെതർ വാളറ്റ് കേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫിനിഷ്, നിങ്ങൾക്ക് ഈ ഒരു ഫിനിഷ് രണ്ടും വ്യത്യാസമാണ്. ഈ കേസിൻ്റെയും ടെക്സ്ചർ വ്യത്യാസമാണ്. നമ്മുടെ നീല കേസിന് നിങ്ങൾക്ക് നോക്കിയാൽ ഒരു എന്താണ് തരിതരിപ്പ് പോലുള്ള ഫിനിഷാണ്. പക്ഷേ ഈ ബ്ലാക്ക് കേസിന് ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു റഫ്നെസ് അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷാണ്.
അപ്പം രണ്ട് കേസുകൾക്കും അതിൻ്റെതായിട്ടുള്ള ടെക്സ്ചറിനകത്ത് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നിങ്ങളുടെ ബാങ്കിലെ കാർഡുകൾ ഇട്ടുകൊണ്ട് പോകാം. അപ്പം നിങ്ങളൊരു ക്യാഷ് അല്ല നിങ്ങൾ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് കാർഡാണെങ്കിൽ, യൂസ് ചെയ്യുന്നത് കാർഡാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാളറ്റ് കേസ് നിങ്ങൾക്ക് വർത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാർഡുകളാണ് ക്യാഷിനേക്കാളും. അതുകൊണ്ട് തന്നെ ഒരു വാളറ്റ് കൊണ്ട് നടക്കുന്നേക്കാളും അല്ലെങ്കിൽ ആ വാളറ്റ് ഒഴിവായി കിട്ടും നമുക്ക് ഈ ഒരു കേസാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും നിങ്ങൾക്ക് നോക്കിയറിയാം, അകത്ത് ആ ഒരു സ്ക്രാച്ച് റെസിസ്റ്റീവ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. അതേപോലെ തന്നെ ആ ലോഗോയും ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളുടെ കേസിലെ ആ ഒരു അവസാനത്തെ കേസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് മറ്റൊന്നുമല്ല, നമ്മളുടെ iPhone 12 മിനിയുടെ കേസാണ്. ഇത് iPhone 12 മിനിയുടെ ഫുൾ ലെതർ കേസാണ്. അപ്പം നമ്മൾ iPhone 12 ഇറങ്ങിയപ്പം ഞാൻ സൂചിപ്പിച്ചായിരുന്നു iPhone 12 മിനിനെ പറ്റി. കാരണം എനിക്ക് 12 ലൈനപ്പിൽ ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയ ഒരു ഡിവൈസാണ് iPhone 12 മിനി. ഈ ഒരു കളറാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു കേസിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ ഒരു കവറിലാണെങ്കിൽ പോലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബാക്കിയുള്ള കേസുകളിലെല്ലാം ഓപ്പൺ ചെയ്യുമ്പം നമുക്കിവിടെ ഒരു പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് മിറർ ഫിനിഷാണ് വരുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇതൊരു ടാൻ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഈ ടാൻ കളർ ലെതർ, നിങ്ങൾ ലെതർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ടാൻ കളർ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ അല്ലെങ്കിൽ ഇതിനകത്ത് ഫിനിഷിനകത്ത് വ്യത്യാസം വരും. അപ്പം ഡാർക്കൻ കളറാവും, ഡാർക്കൻ ഡീപ്പ് കളറാവും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇൻഫർമേഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് കമൻസും ഇൻസ്ട്രക്ഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേസ് എടുക്കാം. iPhone 12 മിനിക്ക് പറ്റിയ പ്രീമിയം ലെതർ കേസാണ്. ഇതിനകത്ത് മാക്സേഫും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലെതർ കേസുകൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ തേർഡ് പാർട്ടി കുറേ കേസുകൾ മാക്സേഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള കേസുകൾ അവർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി മ്യൂജോയും ഭാവിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പം മാക്സേഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള കേസുകൾ ഇറക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഫിനിഷും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയിൽ നമുക്ക് ആ ഒരു പോറലും കാര്യങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഫിനിഷാണ്. പക്ഷേ എക്സ്റ്റീരിയർ അടിപൊളിയാണ്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം എല്ലാ കേസുകളിലും ലിങ്ക് കൊടുക്കാം. അപ്പം അവരുടെ സൈറ്റ് ഞാൻ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഈ ഒരു കേസ് കിട്ടിയപ്പോൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, ഞാനൊരു സൈസ് കമ്പാരിസൺ ചെയ്തു. അതായത് നമ്മുടെ iPhone 5s ഈ 12 മിനിയും തമ്മിലുള്ള സൈസ് നിങ്ങൾക്ക് നോക്കിയറിയാം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻ്റ് ആണ് ഈ രണ്ട് ഡിവൈസുകൾ തമ്മിൽ. എത്രത്തോളം ചെറുതാണ് നമ്മുടെ iPhone 5s നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അപ്പം അതാണ് അതിനകത്ത് വ്യത്യാസം. ഈ ഫോൺ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്താൽ പോലും കണ്ടോ ഇതിങ്ങനെ വോബിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്പേസിങ് വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് iPhone 12 ലൈനപ്പിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിവൈസ് എന്ന് പറയുന്നത് iPhone 12 മിനിയാണ്. അപ്പം അത് iPhone 12 ലൈനപ്പിൽ ഏതെങ്കിലും ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും iPhone 12 മിനി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് കേസ് വാങ്ങിയത്. എൻ്റെ ഉപയോഗത്തിൽ ഈ 3 കേസും ഞാൻ ഈ 3 കേസിനകത്ത് ഈ 2 കേസും ഞാൻ ഉപയോഗിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ വെള്ളം കൊണ്ടാൽ കുഴപ്പങ്ങളൊന്നുമില്ല, കളർ ഇളകി പോവോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലെതർ കേസാണ് നോക്കുന്നതെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ ഒരു മൂജോയുടെ ലെതർ കേസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.